പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കുവാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടി ജീവിതത്തിൽ ഇടാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രൂപ്പിൻ്റെ അൻപന്മാർക്കും ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ വിളറി നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു സ്നാനതർക്ക വിഷയത്തിന് ഒരു തിരശ്ശീല എന്നുള്ള സബ്ജക്റ്റ്. അതിൻ്റെ മൂന്നാം ഭാഗമായി ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. തീർച്ചയായും നിങ്ങൾ ഈ വിഷയത്തിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ആൻഡ് ഇത് പാർട്ട് 3 ആയിരിക്കുന്നു. ഈ മെസ്സേജുകൾ കേട്ടതിന് ശേഷം ഈ 3 പാർട്ടുകൾ നിങ്ങൾ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക സ്നാന വിഷയത്തിൽ ഈ JCNDFയിൽ കൂടെ നിങ്ങൾ കേട്ട ഈ സ്നാന വിഷയത്തിനുള്ള സ്നാനതർക്ക വിഷയത്തിൻ്റെ തിരശ്ശീല എന്ന സബ്ജക്റ്റ് വീണ് കഴിഞ്ഞു. അവിടെ തിരശ്ശീല വീണ് കഴിഞ്ഞു. അപ്പോൾ പിന്നീട് നിങ്ങൾ ഈ 3 പാട്ടുകൾ കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ യേശുക്രിസ്തുവിനകത്ത് സ്ഥാനം ഏൽക്കണമോ പാപം കൊണ്ട മോചനത്തിനു വേണ്ടി, അതല്ല എങ്കിൽ പാപത്തിൻ്റെ മോചനം ലഭിക്കാത്തവനായി എന്നേക്കുമായി നിത്യതയിൽ എൻ്റെ ജീവൻ ചിലവഴിക്കണമോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കാരെയും നിർബന്ധിച്ചോ ഫോഴ്സ് ചെയ്തോ വിശ്വസിപ്പിക്കേണ്ട ഒന്നല്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള ഫണ്ടമെൻ്റൽ ബേസ് ഉപദേശമാണ് ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വയമായിട്ടുള്ളതല്ല. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലോ ലോജിക്കോ തിയറിയോ അല്ലെങ്കിൽ തിയോളജിയോ പഠിച്ചിട്ടുള്ളതല്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ അതുപോലെ സസൂക്ഷ്മം പഠിച്ചതിന് ശേഷം അത് ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് മാന്യ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഒന്ന് മരണം, ഒന്ന് ജീവൻ, ഒന്ന് നരകം, ഒന്ന് നിത്യ നരകം. ഇതാകുന്നു നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ പാർട്ട് 2 അവസാനമായി പറഞ്ഞ ചില വാക്കുകളെ ഇവിടെ കോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം സ്നാനതർക്ക വിഷയങ്ങൾക്ക് തിരശ്ശീല എന്നുള്ള സബ്ജക്റ്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടി വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പാർട്ട് 2 പ്രസംഗിച്ച വിഷയം ഇതായിരുന്നു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രവൃത്തികൾ 2-ാം അധ്യായം 38 മുതൽ 42 വരെ. അവൻ്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പ്രവൃത്തികൾ 2:41-42. പത്രോസ് സ്വന്തം അഭിപ്രായം പറയുകയല്ലായിരുന്നു. സഭയുടെ ജന്മദിനമായ അന്ന് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്ഥലവും സമയവുമല്ലായിരുന്നു. പരിശുദ്ധാത്മാ നിയോഗത്താൽ സംസാരിക്കുകയായിരുന്നു. 2 പത്രോസ് 1:20-21, 2 തീമോഥെയോസ് 3:14-15 ഇങ്ങനെ പറയുന്നു: ദൈവികമായ വെളിപ്പാടുകൾ വിവേചിച്ച് വേണ്ടും വണ്ണം ഗ്രഹിക്കുവാനുള്ള കഴിവും ബുദ്ധിയും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിച്ചു നിയന്ത്രിക്കപ്പെടുന്നതിനെ അത്രേ ഇവിടെ കാണുന്നത്. 1 കൊരിന്ത്യർ 2:13 ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആത്മാവിന് തെറ്റുപറ്റുകയില്ല. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. 1 കൊരിന്ത്യർ 2:10 ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. യോഹന്നാൻ 14:26 എന്നായിരുന്നുവല്ലോ കർത്താവ് പറഞ്ഞത്. ആകയാൽ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരിൽ വ്യാപിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം തെറ്റെന്ന് പറയുകയില്ല. മാത്രവുമല്ല,
അതനുസരിക്കുവാൻ ഒരുക്കമുള്ളവരും ആയിത്തീരും. നാം അക്ഷരത്തിന് ശുശ്രൂഷകന്മാരല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 3:6, മത്തായി 5:29-30. വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക. അക്ഷരം പ്രതി അത് നോക്കിയാൽ ആത്മീയമണ്ഡലത്തിൽ ഇന്ന് അന്ധന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടി എറിഞ്ഞുകളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്ന നിനക്ക് നന്ന്. മത്തായി 18:8-9 സ്വർഗത്തിൽ അംഗഹീനരുണ്ടോ? അത് പൂർണ്ണതയുടെ സ്ഥലമാകുന്നു. എന്നാൽ യേശു നരകത്തിൻ്റെ ഭീകരതയിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. സുവിശേഷ നിമിത്തം സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും മർക്കോസ് 10:29-30 ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അക്ഷരികമായി തന്നെ അപ്പനെയും അമ്മയും ലഭിക്കുവാൻ സാധ്യമല്ലല്ലോ. കഷ്ടതയുടെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നതിന് കിരീടം ലഭിക്കും നിശ്ചയം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 6:9. അക്ഷരീയമായി വേർപെട്ട സഭകൾ എന്തുകൊണ്ട് ചൊല്ലുന്നില്ല? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ആ പ്രാർത്ഥനയാണോ നമ്മൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നത്? ചിന്തിച്ചു കൊള്ളുക. അപ്പോൾ അക്ഷര്യമായി വേർപെട്ട സഭകൾ എന്തുകൊണ്ട് ചൊല്ലുന്നില്ല? എൻ്റെ നാമങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മർക്കോസ് 16:17 എന്ന് യേശു പറഞ്ഞത് അക്ഷരം പ്രതി അനുഷ്ഠിക്കാനാകുന്നു അർത്ഥമാക്കിയത്. എൻ്റെ നാമത്തിൽ മർക്കോസ് 16:17 എന്നുള്ളത് അപ്പോസ്തലന്മാർ എപ്രകാരം അനുസരിച്ചു? അവർ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എന്നുപയോഗിച്ചു. പ്രവൃത്തി 3:6. അതാകുന്നു അനുസരണം. മാത്രമല്ല, വാക്കിനാലോ ക്രിയാലോ എന്തു ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. കൊലോസ്യർ 3:17 പറയുന്നു. സ്നാനത്തിൽ ഇത് രണ്ടും അടങ്ങിയിരിക്കുന്നു. ഒരുവൻ സ്നാനപ്പെടുവാൻ വരുമ്പോൾ അവനോട് ചോദിക്കും, യേശു ക്രിസ്തു 2023 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ യാഗമായി തീർന്നത് നിന്റെ പാപത്തിനും കൂടിയുള്ളോ നീ വിശ്വസിക്കുന്നുവോ? പിന്നീട് ചോദിക്കും, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ ബൈബിളിൽ പറഞ്ഞതുള്ളൂ. പാപങ്ങളുടെ മോചനത്തിനായി നിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തല പ്രവർത്തനം 2:38 അപ്പോസ്തലന്മാർ നടത്തിയ പോലെ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ഒരു സ്നാനം കഴിപ്പിക്കുന്ന വ്യക്തി പറയണം. അപ്പോഴും അവിടെ വാക്കുണ്ട്, ക്രിയയുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നിങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നിട്ടില്ല. നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം, അതായത് അപ്പോസ്തലന്മാർ അവരുടെ സഭയിലേക്ക് വന്ന കൺവെർട്ട്, ദൈവത്തെ അംഗീകരിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്ഥാനപ്പെട്ട് വരുന്നവരെയാണ് സഭയിലേക്ക് വന്നിരുന്നത്. അവരാണ് ബ്രദറൻ, അവരാണ് സഹോദരങ്ങൾ. അവരോട് പറയാണ്, നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. 2 കൊരിന്ത്യർ 1:18 ആകയാൽ തിരുവചനം സസൂക്ഷ്മം പരിശോധിച്ച് സത്യത്തിൽ നിലനിൽക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം തിരുവചന തെളിവുകൾ. 1 യഹൂദന്മാർ, അവർ എപ്രകാരം സ്നാനമേറ്റു? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇതാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട യഹൂദന്മാർ. അത് പ്രവൃത്തിയുടെ പുസ്തകം 2:38-42 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളും നിങ്ങളുടെ മക്കളും എന്നുള്ള പ്രയോഗം യഹൂദന്മാരെ ഉദ്ദേശിച്ചാകുന്നു. 2 ശമരിയർ, അവർ യഹൂദന്മാരല്ല, പുറജാതികളുമല്ല, സങ്കലന വർഗക്കാരായ അവരെ യഹൂദന്മാർ അവജ്ഞയോട് കൂടി വീക്ഷിച്ചിരുന്നു.
ശമരിയർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പ്രൈസ് ദ ലോർഡ്. പ്രവൃത്തികൾ 8:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് ജാതികൾ. കൊർന്നല്യോസിൻ്റെ ഭവനക്കാർ പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. പ്രവൃത്തികൾ 10:48, 44, 47 കൂടെ ചേർത്ത് വായിക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രവൃത്തി 2:39. ഈ ദൂരസ്ഥന്മാർ ആരാകുന്നു? മുമ്പേ ദൂരസ്ഥന്മാരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. എഫേസ്യർ 2:13. സക്കറിയാവ് 6:15 നോക്കുക. ഇനിയും അവിടെ യഹൂദന്മാർ, ശമരിയർ, ജാതികൾ 3 കൂട്ടർ യേശുക്രിസ്തുവിനകത്ത് സ്ഥാനപ്പെട്ടതായി കണ്ടു. ഇനി അടുത്തത് 3 സാക്ഷികൾ. 2 or 3 സാക്ഷികളുടെ വാമൊഴിമേൽ ഏത് കാര്യം ഉറപ്പാക്കണം. ആവർത്തനം 19:15 വാക്യം. അങ്ങനെയെങ്കിൽ 1-ാം സാക്ഷി ആരാകുന്നു? പത്രോസ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പ്രവൃത്തികൾ 2:38. 2-ാം സാക്ഷി പീലിപ്പോസ്. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേയുള്ളൂ. പ്രവൃത്തി 8:5, 12, 16 നോക്കുക. 3-ാം സാക്ഷി പൗലൂസ്. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പ്രവൃത്തികൾ 19-ാം 5, 6. 1 കൊരിന്ത്യർ 12:23, ഗലാത്യർ 1:11, 12, പ്രവൃത്തി 22:16 നോക്കുക. പത്രോസ്, പീലിപ്പോസ്, പൗലോസ് ഇവരിൽ വ്യാപിച്ചത് പ്രവൃത്തി 8:29, 39, ഗലാത്യർ 2:7 ഒരേ ആത്മാവായിരുന്നു. ആകയാൽ ഉപദേശ വിഷയത്തിൽ അവർക്ക് തർക്കമില്ലായിരുന്നു. ഇനി അടുത്തത് ഈ ലോകത്തിലുള്ള വംശങ്ങൾ ആരിൽ നിന്ന് വന്നാണ്? 3 വംശങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. അത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ലോകത്തിലുള്ള സകല ജനങ്ങളും നരവംശ ശാസ്ത്രപ്രകാരം ഹമറ്റിക്, സെമറ്റിക്, ഇൻഡോ യൂറോപ്യൻ വിഭാഗത്തിൽപ്പെട്ടതാകുന്നു. നോഹയുടെ 3 സന്തതികളായ ഹാം, ഷേം, യാഫേത്ത്. ഉൽപ്പത്തി 10-ാം ഇവരുമായി ഇത് ബന്ധപ്പെടുന്നു. എത്യോപ്യനായ ഷണ്ണൻ ഹമറ്റിക് വംശത്തിൽപ്പെട്ടതായിരുന്നു. ഷണ്ണനെ സ്നാനപ്പെടുത്തിയത് പീലിപ്പോസ് ആകുന്നു. പീലിപ്പോസ് ശമര്യരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയാൽ ഷണ്ണനെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നുള്ള കാര്യം നിശ്ചയമാകുന്നു. 2-ാമത് പൗലോസ് സെമറ്റിക് വംശജനാകുന്നു. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പ്രവൃത്തികൾ 22:16, 19:5-6 വാക്യങ്ങൾ വായിക്കുക. അടുത്തത് കൊർന്നല്യോസ്, യാഫേത്ത് വംശത്തിൽപ്പെടുന്നു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. പ്രവൃത്തികൾ 10:48, 43, 37 കൂടെ നോക്കണം നിങ്ങൾ. പ്രവൃത്തി 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായങ്ങളിൽ കാണുന്ന 3 വ്യക്തികളും സകല മനുഷ്യവർഗത്തിൻ്റെയും പ്രതിനിധികളായി നിലകൊള്ളുന്നു. ആകയാൽ മനുഷ്യകുലത്തിൽപ്പെട്ട ആരെങ്കിലും ക്രിസ്തീയ സഭയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാനം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന സ്നാനം ഏൽക്കണം. അത് മാറ്റമില്ലാത്ത നഗ്ന സത്യമാകുന്നു. അതിന് വിരുദ്ധമായി ആരെങ്കിലും ഉപദേശിച്ചാൽ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8, 9 വാക്യങ്ങൾ. അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചത് നിശ്ചയമല്ലാതെ അല്ലായിരുന്നു. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. 1 തെസ്സലോനിക്കർ 1:5. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ വന്നതല്ല. 1 തെസ്സലോനിക്കർ 2:3. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ ട്രഡീഷൻ
മുറുകെ പിടിച്ചുകൊള്ളുവീൻ. 2 തെസ്സലോനിയൻസ് 2:15. പരമ്പരാഗതമായ അഭിപ്രായമോ വിശ്വാസമോ ആചാരമോ ആകുന്നു ട്രഡീഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. യഹൂദന്മാരോടും ശമര്യരോടും ജാതികളോടും എഫെസോസിലെ വിശ്വാസികളോടും മാറ്റമില്ലാതെ ഉപദേശിച്ചു പോന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനത്തെ മുറുകെ പിടിച്ചുകൊള്ളണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 2:15 തെസ്സലോനിക്കർ 2:15. മാത്രമല്ല, അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന ഓർത്തുകൊള്ളണം. 2 പത്രോസ് 3:2. യൂദ 17. മത്തായി 28:19 കാണുന്ന പ്രകാരം പദങ്ങൾ ആവർത്തിച്ച് സ്നാനം കഴിപ്പിച്ചതായി പുതിയ നിയമത്തിൽ ഒരു രേഖയോ ഒരു സൂചനയോ പോലുമില്ല. എഴുതിയിരിക്കുന്നതാകുന്നു വിശ്വസിക്കേണ്ടത് എന്ന് എഴുതിയിരിക്കുന്നു, അതാണ് വിശ്വസിക്കേണ്ടത്. മത്തായി 4:10 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇറ്റ് ഈസ് റിട്ടൺ എന്ന് കാണുന്നു. ആകയാൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം മാത്രമേ ആദിമസഭയിൽ പെന്തക്കോസ്ത് മുതൽ യെരുശലേമിൽ തുടങ്ങിയ കന്യപ്രസംഗത്തിൽ പത്രോസിൻ്റെ വാക്ക് കേട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പ്രാർത്ഥിച്ചു അപ്പം നുറുക്കി വന്ന ആ ജനതയാണ് ദൈവത്തിൻ്റെ സഭയോട് ചേർത്തത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബൈബിളിൽ എവിടെയെങ്കിലും മത്തായിയുടെ 18 28 19 ആവർത്തിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അപ്പോസ്തലന്മാരോട് പറഞ്ഞ കൽപ്പന അവരല്ലേ അനുസരിക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളോട് ഒരു കാര്യം ആജ്ഞാപിച്ചാൽ അവരല്ലേ ചെയ്യേണ്ടത്? അത് വെളിയിലുള്ള ആരെങ്കിലും ആണോ ചെയ്യേണ്ടത്? എങ്കിൽ തീർച്ചയായിട്ടും മത്തായിയുടെ 28:19 കാണുന്ന ആ കമാൻഡ്മെൻറ്റ് അത് അന്ത്യകൽപ്പനയായി കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ വാകേറി നിലവിളിക്കുന്ന അനേക പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മത്തായിയുടെ 28:19 നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന അപ്പോസ്തലനായ മത്തായി അവിടെ എഴുതി വച്ചിരിക്കുമ്പോൾ, ഈ കൽപ്പന കൊടുത്തതിന് ശേഷം അവർ ചാടി പുറപ്പെട്ട ആരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്തതായി ബൈബിളിൽ കാണുന്നില്ല. മർക്കോസ് 16:14 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നില്ല എങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. ലൂക്കോസ് 24:44 പറയുന്നു, മാനസാന്തരവും പാപമോചനവും അവൻ്റെ നാമത്തിൽ. ആരുടെ നാമത്തിൽ? അവൻ്റെ നാമത്തിൽ. അവൻ്റെ നാമത്തിൽ പറഞ്ഞ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങി പ്രസംഗിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന കേട്ട അപ്പോസ്തലന്മാർ ഡിറ്റോ മാനസാന്തരത്തിനും പാപമോചനത്തിനും വേണ്ടി നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്നാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഇടയിൽ സ്നാന വിഷയത്തെക്കുറിച്ച് അവർക്ക് തർക്കങ്ങളില്ലായിരുന്നു. അവരെവിടെയെല്ലാം സുവിശേഷമായി പോയോ അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി സുവിശേഷം കേട്ട് അനുസരിച്ചവരെ. ആ അപ്പോസ്തല ഗണത്തിലുണ്ടായിരുന്ന തോമസും നമ്മുടെ ഇന്ത്യയിൽ വരികയും പ്രത്യേക കേരളത്തിൽ വരികയും ഈ അതേ സുവിശേഷം തന്നെ പറഞ്ഞ് അനേകരെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി തോമസ് കൊടുത്ത സ്നാനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ്. അതായത് യെരുശലേമിൽ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം തുടങ്ങിയ അതേ സ്നാനം തന്നെയാണ് നമ്മുടെ തോമസ് ശ്ലീഹായും തോമസ് എന്ന അപ്പോസ്തലൻ ഇന്ത്യയിലും കേരളത്തിലുമായി ചെയ്തതെന്ന് 100% വിശ്വസിക്കാൻ സാധിച്ചാൽ, എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അഭിമാനിക്കുന്നവരെ, എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരെ, പെന്തക്കോസ്ത് സഹോദരന്മാരെ, പെന്തക്കോസ്ത് ചർച്ചുകളിൽ പോകുന്നവരെ, നിങ്ങളോട് ചോദിക്കട്ടെ,
അപ്പോസ്തല വൃന്ദങ്ങളിൽ ഉണ്ടായിരുന്ന പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പൗലോ ഈ പറഞ്ഞ മത്തായി പത്രോസിനെ വിലക്കിയില്ല. പത്രോസിനെ തിരുത്തി കൊടുക്കണമായിരുന്നു. മത്തായി, പത്രോസ്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? യേശുക്രിസ്തു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ സ്നാനപ്പെടുത്താനല്ലേ പറഞ്ഞത്? എന്നാൽ ഈ പത്രോസ് അടക്കം, മത്തായി അടക്കം, തോമസ് അടക്കമുള്ളതായ ശിഷ്യന്മാർക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം യേശുക്രിസ്തു ആണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്തു. മാത്രമല്ല, വേറെ ആരും സംസാരിക്കാത്തതായ ചില ചിന്താഗതികൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വെക്കുന്നു. അതായത്, യേശുക്രിസ്തു പല സമയങ്ങളിലും പലപ്പോഴും പറഞ്ഞപ്പോൾ, അപ്പോസ്തലന്മാർ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ നിരൂപിക്കുന്നത് എന്ത്? അതായത്, യേശുക്രിസ്തു എങ്ങനെ അവർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ കാര്യം അവർ ശരിയാവണ്ണം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ നിരൂപിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു പലപ്പോഴും അവരെ തിരുത്തിയതായി ബൈബിളിൽ കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മത്തായി 22:19 ആയിരിക്കുന്ന നമ്മൾ വായിക്കുന്ന, നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്നുള്ള കൽപ്പന യേശുക്രിസ്തു പറഞ്ഞപ്പോൾ ആ കൽപ്പന കേട്ട ആ നാമം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം അവരുടെ ഉള്ളിൽ അവർ ഗ്രഹിച്ചത് യേശുക്രിസ്തു എന്നല്ലേ? യേശുക്രിസ്തു എന്ന് അവർ ഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു അവരെ തിരുത്തി കൊടുക്കണമായിരുന്നല്ലോ. മാത്രവുമല്ല, ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവർ തലതിരിച്ചോ എന്തോ വേറെ രീതിയിൽ എങ്ങനെ അവർക്ക് ചിന്തിച്ചിരുന്നെങ്കിൽ ഇവർ യേശുക്രിസ്തുവിനോട് ചോദിക്കണമായിരുന്നു. പലപ്പോഴും പല ഉപമകൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, ആ ഉപമയുടെ വിഷയം ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ശിഷ്യന്മാർ. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഉള്ള ആജ്ഞ കേട്ടതിന് ശേഷം യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചോ, പിതാവിൻ്റെ പേരെന്താണ്, പുത്രൻ്റെ പേരെന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താണെന്ന് അപ്പോസ്തലന്മാർ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? മാത്രമല്ല, പിതാവിൻ്റെ പേരെന്താണെന്നും പുത്രൻ്റെ പേരെന്താണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താണെന്നും യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തില്ലേ? എന്താണ് വെളിപ്പെടുത്തി കൊടുത്തത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഇന്നു മുതൽ അവനെ അറിയുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഒരു പിതാവിനെ കാണിച്ചു തരും? ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് സ്പഷ്ടമായി യോഹന്നാന്റെ 10:30 പറയുന്നില്ലേ സുവിശേഷത്തിൽ? ഈ യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവചിച്ചില്ലേ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് നിത്യപിതാവെന്ന് പ്രവചിച്ചു. യേശുക്രിസ്തു സ്വയമായി പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഈ പിതാവും നിത്യപിതാവും യേശു ആയിരിക്കുമ്പോൾ ഇനി വേറെ ഒരു പിതാവ് ഏതാണുള്ളത്? സൗരസാർമാരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ യേശുക്രിസ്തു എന്ത് പറയുന്നു? പരിശുദ്ധാത്മാവ് എൻ്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താണ്? യേശു എന്ന് തന്നെയല്ലേ അർത്ഥം? അതുകൊണ്ടല്ലേ യേശുക്രിസ്തു പറഞ്ഞത്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യത്തിലുണ്ട് എന്നുള്ളത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ ആ കൽപ്പന നിറവേറ്റൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അത് നമ്മൾ അറിയുന്നതും അംഗീകരിക്കുന്നതും? അതായത് 2-3 പേർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. എങ്ങനെ? എപ്രകാരം? പരിശുദ്ധാത്മാവായിട്ട്. അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇതല്ലേ സത്യസുവിശേഷം? ഇത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ദുരുപദേശകരെന്നും യേശുനാമക്കാരെന്നും എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുകയും വഞ്ചിക്കുകയും നിങ്ങൾ പരിഹസിക്കുകയും ചെയ്യുന്നില്ലേ? അതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പ്രാവശ്യം കൂടെ ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. വി ബിലീവ് ഇൻ ഫാദർ, സൺ ആൻഡ് ഹോളി ഗോസ്റ്റ്. വി ഹാവ് ഫാദർ, സൺ ആൻഡ് ഹോളി ഗോസ്റ്റ്. ഞങ്ങൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ബിക്കോസ് God
created whole the universe and everything, whatever visible and invisible. That's why he become our Father. Then the same God came to this earth to redeem the sinners by shedding his blood. That's why he is Son. The same God residing in us and leading the church. That's why he is the Holy Ghost. സോ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, തൃത്വ സഭകളിൽ കുടുങ്ങിയിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ സത്യം മനസ്സിലാക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്താൻ അപ്പോസ്തലന്മാരോട് പറഞ്ഞ അപ്പോസ്തലന്മാർ ആ കൽപ്പന പ്രമാണിച്ചത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതാകുന്നു എന്നുള്ള വിവരം ഞാൻ ഈ മൂന്നാമത്തെ ക്ലിപ്പിൽ കൂടെ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്നാനവിഷയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ പാർട്ട് 1, പാർട്ട് 2, ഇന്ന് പ്രസംഗിച്ചത് പാർട്ട് 3, ഈ 3 വീഡിയോകളും നിങ്ങൾ കണ്ടിന്യൂസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്, എന്തെങ്കിലും നിങ്ങൾക്കൊരു സംശയം അതേപ്പറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യാം എന്നുകൂടെ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു, ഞങ്ങളുടെ സുവിശേഷം നിങ്ങൾ കേട്ട് നിങ്ങൾ നശിച്ചു പോകരുതേ. അല്ലല്ല, മനസ്സാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ബൈബിളിൽ പറയുന്നു. പഴയ നിയമത്തിൽ ദൈവം അയച്ച പ്രവാചകന്മാരും ദൈവത്തിൻ്റെ വേലക്കാരും ന്യായാധിപന്മാരും പ്രവാചകന്മാരെല്ലാം പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. യോഹന്നാൻ സ്നാപകൻ വന്നു പറഞ്ഞു, കാലം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. യേശു ക്രിസ്തു പറഞ്ഞു മാനസാന്തരപ്പെടുവീൻ. അപ്പോസ്തലന്മാരും പറഞ്ഞു വളരെ ക്ലിയറായിട്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്ന ബഹുമാന്യ സഹോദരന്മാരെ, നിങ്ങളോട് പറയാനുള്ളത്, ഇത് അന്ത്യസമയമായിരിക്കുന്നു, അന്ത്യകാലമായിരിക്കാം. എത്രയും വേഗം 1-ാം നൂറ്റാണ്ടിൽ 3000 പേര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അവർ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. അവരെ ദൈവത്തിന്റെ സഭയോട് ചേർത്തതുപോലെ നിങ്ങളെയും ദൈവസഭയിൽ ചേർക്കുവാൻ, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന ടൈറ്റിൽ നിങ്ങൾ സ്നാനപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ നാമങ്ങളിൽ നിങ്ങൾക്ക് പാപമൊന്നും ലഭിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോഴാണ് നിങ്ങളുടെ പാപമോചനം ലഭിക്കുന്നത്, പാപങ്ങളെ കഴുകിക്കളയുന്നത്, യേശുക്രിസ്തുവിനോട് ചേരുന്നത്, യേശുക്രിസ്തുവിനെ ധരിക്കുന്നത്, യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന പ്രോസസ്സാകുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തോടെ സ്നാനം. ഈ സ്നാനം നിങ്ങൾ നിരാകരിക്കരുത്. ഇപ്പോഴത്തെ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ, BTH, MDH, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, PhD ഉള്ള ലോകത്തിൽ ശ്രേഷ്ഠന്മാരായി നിങ്ങൾ കണക്കാക്കുന്ന ഈ കള്ള ഉപദേഷ്ടക്കന്മാരെ, ഈ ദുരുപദേശകരെ, ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ ഒഴിഞ്ഞ് നിങ്ങൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാൽ ഉപദേശിക്കപ്പെട്ടതും കാണിക്കപ്പെട്ടതും എഴുതപ്പെട്ടതും മാതൃകയാക്കിയും തന്ന ഉപദേശങ്ങളെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കണം. അതുകൊണ്ടാണ് JCNDSDയിൽ കൂടെ ഞങ്ങൾ അപ്പോസ്തലന്മാർ പ്രസ്താവിക്കുകയും പ്രമാണിക്കുകയും കാണിച്ചു തന്നെയും എഴുതപ്പെട്ടതുമായ വാക്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നതും ഈ വിശ്വാസം ഞങ്ങളെ തീർച്ചയായും സ്വർഗരാജ്യത്തിൽ യേശുവിനോടുകൂടെ ഞങ്ങളായിരിക്കും എന്ന് 100% ഷൂറിറ്റി ഞങ്ങൾക്കുണ്ട്. 100% ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് അങ്ങനെയുള്ളവരെ സഭയോട് ചേർത്തതുപോലെ നിങ്ങളെയും സഭയോട് ചേർക്കും. അതില്ല എങ്കിൽ നിങ്ങൾ സഭയിൽ വെളിയിലായിരിക്കും. സഭയിലെ വെളിയിലുള്ളവർ അവൻ്റെ കാകളനാഥങ്ങളിൽ ശബ്ദം കേൾക്കുകയില്ല, അവർ നഷ്ടപ്പെടും, അവർ നിത്യയിൽ തീച്ചൂളയിൽ ആയിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വളരെ വ്യസനത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ആരെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും ഈ ഉപദേശം കേട്ട് ദൈവസന്നിധിയിൽ വരുവാൻ ഞങ്ങൾ ആത്മാർത്ഥതയോടെ ആഹ്വാനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട്
യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. താങ്ക് യു ജീസസ്.